ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പുതിയ വോട്ടർ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. ഇനി ഒരു മാസം വരെ അതിൽ വല്ല തിരുത്തലുകളും ആവശ്യമുണ്ടെങ്കിൽ നമുക്കതിനുള്ള അപേക്ഷ കൊടുത്ത് ആവശ്യമായ തിരുത്തലുകൾ വരുത്താം. നമുക്ക് നമ്മുടെ പേരതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഗൂഗിൾ ക്രോമിലോ ഏതെങ്കിലും ബ്രൗസറിൽ മൊബൈലിൽ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ electoralsearch.eci.gov.in എന്ന വെബ്സൈറ്റിൽ പോകുക. അവിടെ നമുക്ക് സെർച്ച് ബൈ എപ്പിക്, സെർച്ച് ബൈ മൊബൈൽ എന്ന് കാണാം. എപ്പിക് നമ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഐഡൻറ്റിറ്റി കാർഡിലുള്ള ആ പ്രത്യേക നമ്പറാണ്. ആ നമ്പർ നമുക്കിവിടെ അടിക്കാം. നമ്മുടെ സ്റ്റേറ്റൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പേരതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ലേ എന്ന് മനസ്സിലാക്കാൻ കഴിയും. അതിനായി നമ്മൾ ആദ്യം ഈ വെബ്സൈറ്റിൽ പോയതിന് ശേഷം സെലക്ട് ലാംഗ്വേജ് എന്നിവിടെ കാണുന്നിടത്ത് നമുക്ക് മലയാളം എന്ന് സെലക്ട് ആക്കി കൊടുക്കാം. അതിനുശേഷം നമ്മുടെ എപ്പിക് നമ്പർ എൻ്റർ ചെയ്യണം. അപ്പോൾ നമ്മുടെ ഒരു എപ്പിക് നമ്പർ നമുക്കുണ്ടാവും. ഓരോരുത്തർക്കും വ്യത്യസ്തമായ എപ്പിക് നമ്പറാണ്. അത് ഐഡൻറ്റിറ്റി കാർഡിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാകുന്നതാണ്. ആ എപ്പിക് നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം ഇവിടെ സ്റ്റേറ്റ്, സംസ്ഥാനം എന്ന് കാണുന്നിടത്ത് നമ്മുടെ സ്റ്റേറ്റായ കേരളം സെലക്ട് ചെയ്യുക. അതിന് ശേഷം അതിൻ്റെ താഴെ കാണുന്ന ക്യാപ്ച കൃത്യമായിട്ട് എൻ്റർ ചെയ്യുക. അതിനുശേഷം സെർച്ച് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യലോടുകൂടി നമ്മുടെ പൂർണ്ണമായ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കും. ഏത് ജില്ലയാണ്, ഏതൊക്കെയാണെന്നുള്ളത് എല്ലാം വൃത്തിയായിട്ട് തന്നെ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇതിവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. അടുത്തതായി നമുക്ക് മൊബൈൽ നമ്പർ വെച്ചും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. എപ്പിക് നമ്പർ തീർച്ചയായിട്ടും നമുക്ക് കിട്ടും. മൊബൈൽ നമ്പർ ചിലപ്പോൾ നമ്പർ മാറിയിട്ടുണ്ടെങ്കിൽ അത് സെർച്ചിൽ ചിലപ്പോൾ ലഭിക്കണമെന്നില്ല. ഈ മൊബൈൽ നമ്പർ കൃത്യമായി കൊടുത്തവരാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാം. അതിനുശേഷം എൻ്റർ ക്യാപ്ച എന്ന് പറയുന്ന ഈ സ്ഥലത്ത് ക്യാപ്ച കൂടി എൻ്റർ ചെയ്തതിന് ശേഷം സെൻഡ് OTP എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അപ്പോഴേക്കും നമ്മുടെ മൊബൈലിൽ ഒരു OTP ലഭിക്കും. ആ OTP ഇവിടെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സെർച്ച് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കുന്നതാണ്. ഇങ്ങനെ ഓരോരുത്തരും കൃത്യമായി അത് ശ്രദ്ധിക്കുകയും വോട്ടർ ലിസ്റ്റിൽ പെട്ടിട്ടില്ല എങ്കിൽ അതിൻ്റെ കാരണം അന്വേഷിക്കുകയും നമ്മൾ അപേക്ഷ കൊടുത്ത് അത് കൃത്യമാക്കാനുള്ള അവസരം ജനുവരി 22 വരെ അനുവദിച്ചിട്ടുണ്ട്. നമുക്കത് ഉപയോഗപ്പെടുത്താവുന്നതാണ്.